റോബിൻ രാധാകൃഷ്ണൻ, അനീഷ് ഇവരൊക്കെ ഒരു ഗെയിം പ്ലാൻസിലുള്ള കുറച്ച് സിമിലാരിറ്റീസും അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു മൂവ്മെന്റ്സ് എങ്ങനെയായിരുന്നു, പിന്നെ അതുപോലെ തന്നെ അഖിൽ മാരാറിന്റെ ആ ഒരു അപ്രോച്ചിലുള്ള വ്യത്യാസങ്ങൾ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ 2 വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതായത് Day 1 Day 2 ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും Day 3 ഇവരുടെ നീക്കങ്ങൾ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ ഇവർക്ക് എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ സാധിച്ചു എന്നതൊക്കെ വളരെയധികം ഷോർട്ടായിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പൊ എന്നാലും Day 3 നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ഓഫ് സീസൺ 7 രാവിലെ തന്നെ അനുമോൾക്ക് മനസ്സിലാവുന്നുണ്ട് അനീഷിന്റെ ഒരു ഗെയിമും അനീഷിന്റെ ഒരു സ്വാധീനവും അനീഷ് എങ്ങനെയൊക്കെ ഇവരെ കൺട്രോൾ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് നല്ല തന്നെ അനുമോൾക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ട്. അതായത് അനുമോൾ ഒരു പക്ക ഗെയിമർ ആയിരുന്നു. അതായത് അനുമോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. പക്ഷെ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ പക്കയായിട്ട് ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് വന്നിരിക്കുന്ന ഒരാൾ തന്നെയാണ് അനുമോൾ. അതുകൊണ്ട് തന്നെ അപ്പാനെ ചേർത്തുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും അനീഷിന്റെ പുറകെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 ദിവസമായിട്ട് അനീഷിന് മാത്രമാണ് ഒരു സ്പേസ് കിട്ടിയുള്ളൂ, ബാക്കി ആൾക്കാർക്കൊന്നും വേണ്ട ഇത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം അപ്പാനി ചേർത്തിന് ഇത് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ അപ്പാനി ചേർത്ത് പറയുന്നുണ്ടോ അത് നീ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളുടെ അടുത്ത് ഇതാവുന്നുണ്ട്. അപ്പൊ അനുമോൾ പറയുന്നുണ്ട് അതെ അങ്ങനെയാണ്, അയാൾക്കാണ് കൂടുതൽ സ്പേസ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു അപ്പാനി ചേർത്തിന്റെ ഒരു പ്ലേ ആയിരുന്നു, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത രീതിയിലുള്ള ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും ലൈവ് അടക്കം കണ്ടതാണ്. പക്ഷെ അവസാനം വരെ അപ്പാനിച്ചരത്തിന് നോക്കുകയാണെങ്കിൽ ഇത് പയ്യെ മനസ്സിലാക്കി വന്നിരുന്ന ഒരാളായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇതിനെ കുറിച്ച് പ്രോപ്പറായിട്ട് ഇതിന് മുന്നേയുള്ള ഷോസോ കാര്യങ്ങളൊന്നും വേണ്ട ഇതിൽ അപ്പാനിച്ചരത്ത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. കാര്യം നമുക്ക് അറിയാവുന്നതാണ്, ഒരു സിനിമാ നടനാണ്, അതിന്റെ പല തിരക്കുകളും എല്ലാം ഉണ്ട്. അപ്പൊ അത് 100% എല്ലാ സീസൺസും ചിലപ്പോൾ കണ്ടിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഇതിന് മുന്നേയുള്ള സീസൺസ് ഒക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിനെക്കുറിച്ച് എത്രത്തോളം ഡീപ്പായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിനകത്തൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. പക്ഷെ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോള് വളരെയധികം പ്രോപ്പറായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരാളാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു Day 3 ഒരു സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. പിന്നെ അതിന് മുന്നേയുള്ള ദിവസങ്ങളാണെങ്കിലും അനുമോൾ ചെയ്തു കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ ഈ Day 3 തന്നെ അനുമോൾ ചില ആൾക്കാർ ട്രിഗർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അനുമോൾ പ്രോപ്പറായിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു ആള് തന്നെയാണ്. അതേസമയം സീസൺ 4 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു സീസണിൽ നോക്കുകയാണെങ്കിൽ അന്ന് രാവിലെ തന്നെ സംഭവിക്കുന്നത് ജാസ്മിനും ഡെയ്സിയും നിമിഷയെ കൂടി ചേർന്നിട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഒരു പാവ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ ദിവസം അതിന് മുന്നത്തെ ദിവസം ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു പാവയെ കൈക്കലാക്കുക അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഒക്കെ ആയിരുന്നു. അപ്പൊ ഇതെന്തായാലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത് ഇവരെന്തായാലും മോഷ്ടിക്കുന്നുണ്ട്. എന്നിട്ടെല്ലാവരും അവർ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എന്തായാലും ഇത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇത് അന്വേഷിച്ച് നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഡെയ്സി പറയുന്നുണ്ട് അയാൾ ഒരു ജെന്റിൽമാൻ ആണ്, അയാൾ അങ്ങനെ ഒരുപാട് ഇതിന്റെ പുറകെ ഒന്നും അങ്ങനെ നടക്കാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കാര്യം നിമിഷയിൽ ഉണ്ടാകുന്ന ഭാവൻ നൈസായിട്ട് അടിച്ചു മാറ്റിയിട്ടാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനിൽ ഇരിക്കുന്ന ഒരു പാവയായി മാറിയത്. ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആൾക്കാരുമായിട്ടൊരു ജെല്ലിയായിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ പോകാമെങ്കിൽ പോലും അയാൾ ഒരു ഗെയിമറാണ് എന്നുള്ള ഇതിൽ ആൾക്കാർ മുമ്പിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് കാണുന്ന ഓഡിയൻസിന്റെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നല്ല ഇതിനെ പ്രോപ്പറായിട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തുടക്കത്തിൽ തന്നെ ഈ പറയുന്ന Day 3 തന്നെ ഹേറ്റേഴ്സ് ഈ ഹൗസിനുള്ളിൽ തന്നെ എന്തായാലും ഉണ്ടാക്കിയെടുക്കാനും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കൊണ്ട് എന്തായാലും സാധിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശത്രുക്കൾ ഉണ്ടാകുന്ന സമയം നമ്മളുടെ അഭാവത്തിൽ പോലും അവർ നമ്മളെ കുറിച്ച് സംസാരിക്കുകയും നമ്മൾക്കെതിരെയുള്ള കെണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ കാണുന്ന ഓഡിയൻസിന്റെ മുമ്പിലേക്ക് ഇവരെന്തൊക്കെയോ സംതിങ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലിംഗ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പോലും അനീഷിനൊക്കെ പോലെ അധികം ഒരു ഫെയിമിലൊന്നും അല്ലാത്ത ആൾക്കാർ വരുന്ന സമയത്ത് അവരെന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവര് വളരെയധികം ഒരു എന്റർടൈൻമെന്റ് തരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഫീൽ കാണുന്ന ഓഡിയൻസിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഈ രണ്ടാൾക്കാരും വളരെയധികം ഡീസെന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേസമയം അഖിൽമാരാറുടെ ഒരു കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നല്ല തന്നെ അറിയാവുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾ എന്താണ്, ഇയാൾ ഏതറ്റം വരെ പോകും എന്നൊക്കെ ഈ പറയുന്ന മറ്റ് രണ്ടാൾക്കാരെ വെച്ച് നോക്കുന്ന സമയത്ത് അതിന്റെ അത്ര ഒന്നും പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നം എന്തായാലും അഖിൽമാരൊരു ഫേസ് ചെയ്യുന്നില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇപ്പൊ ബിഗ് ബോസ് ഓഫ് സീസൺ 7 നോക്കുകയാണെങ്കിൽ അനീഷ് ആര്യനുമായിട്ടടക്കം ഒരു പ്രശ്നം എന്തായാലും Day 3 എന്തായാലും സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു റെഡ് പോയിന്റ് ഒരു നഷ്ടമായതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് ആര്യന്റെ ഒരു വീഴ്ചയാണ്. ആര്യന് കിട്ടിയ പോയിന്റ് അത് ആര്യൻ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് നോർമലി വേണമെങ്കിൽ ഒറ്റ സംസാരത്തിൽ നിർത്താവുന്നതാണ്. പക്ഷെ അനീഷ് ഇങ്ങനെ കുറച്ചധികം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആര്യന് ട്രിഗർ ആകുകയും ആര്യം വന്നിട്ട് അനീഷിന്റെ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് കൈയിട്ടിട്ട് അങ്ങനത്തെ രീതിയിൽ അനീഷിന്റെ പോയിന്റ്സ് എടുക്കാൻ വേണ്ടിയൊക്കെ നോക്കുന്ന രീതിയിൽ വരുമ്പോഴത്തേക്കും അനീഷും ദേഷ്യം വരുന്നുണ്ട്, അനീഷും കുറച്ച് വയലൻസിലേക്കൊക്കെ വരുന്നുണ്ട്. സോ ഈ പറയുന്ന ഒരു ഹെയ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും മറ്റുള്ള മത്സരാർത്ഥികളുമായിട്ട് കുറച്ചധികം പ്രശ്നങ്ങളിലേക്ക് പോകാനും എല്ലാം അനീഷിന് 2-3 ദിവസങ്ങളിനുള്ളിൽ തന്നെ അതിൽ സാധിക്കുന്നുണ്ട്. അതായത് മറ്റുള്ള ആൾക്കാരെ എനിമീസ് ആക്കി എടുക്കുക എന്ന് പറയുന്നത് അനീഷിന് വളരെയധികം ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ തന്നെയായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആയിട്ടും ഉള്ള ഒരു പ്ലാൻ തന്നെയാണ്. മോശമായി പോയിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ അത് വർക്ക്ഔട്ട് ആക്കി എടുക്കാനും അതിലൂടെ ഹെയ്റ്റ് ഉണ്ടാക്കി എടുക്കാനും അതിലൂടെ നല്ലൊരു സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കാനും എല്ലാം അനീഷിന് നല്ല രീതിയിൽ തന്നെ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസ് ഓഫ് സീസൺ 4 നോക്കുകയാണെങ്കിൽ അന്നൊരു ടാസ്ക് വരുന്ന സമയം നിമിഷ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അടുത്ത് പറയുന്നുണ്ട്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ
നിങ്ങളാരും ട്രസ്റ്റ് ചെയ്യില്ല. ഈ തുടക്ക സമയത്തിന് ഇത്രക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഒരു ഗെയിമിലേക്കൊന്നും പോകേണ്ട ഒരു കാര്യം ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിമിഷ പറയുന്നുണ്ട്. അതായത് അവിടെയാണെന്നുണ്ടെങ്കിലും ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെതിരെ തിരിഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ പറയുന്ന 3-ാം ദിവസം തന്നെ ഒരു വലിയൊരു കണ്ടന്റ് ആയി മാറാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കോമഡറിനെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ എന്തായാലും സാധിച്ചിട്ടുണ്ട്. അതേസമയം സീസൺ 5 നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ചധികം ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു ഗെയിമറിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ എടുത്ത് പറയത്തക്കതായിട്ടുള്ള ഒരു ഈ പറയുന്ന ഒരു ഡേ 3 ഇല്ല. ഡേ 2 ഡേ 1 ഒക്കെ ഞാൻ ഓൾറെഡി സംസാരിച്ചിരുന്നതാണ്. ഡേ 3 അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിക്കാനോ കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ. അദ്ദേഹത്തിനെ കുറിച്ച് വയലൻസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷെ എങ്കിൽ പോലും അത് എടുത്ത് പറയത്തക്കതായിട്ടുള്ള ഒരു മൂവ്മെന്റ്സോ കാര്യങ്ങളൊന്നും ഡേ 3 അഖിൽമാരാറിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ എടുത്ത് പറയത്തക്കായിട്ടുള്ള മൂവ്മെന്റ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. സീസൺ 4 നോക്കുകയാണെങ്കിൽ അവിടെ റോൺസിനും നെവിനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം പറയുന്നുണ്ട് അവിടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ എന്തൊക്കെയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഒരു ടോക്കും കാര്യങ്ങളൊക്കെ എന്തായാലും അവിടെ നടക്കുന്നുണ്ട്. അതായത് മറ്റു പല മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഹീസ് സംതിങ്, അല്ലെങ്കിൽ ഹീസ് വിത്ത് എ പ്ലാൻ. അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു പ്രോപ്പർ ആയിട്ടൊരു പ്ലാൻ ഉണ്ട്. പക്ഷെ അത് എന്നാലും നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടൊന്നും എങ്കിൽ പോലും അദ്ദേഹം അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഈ പറയുന്ന മറ്റു പല മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നാലും നല്ല രീതിയിൽ എന്തായാലും സാധിച്ചിരുന്നു. അതിൽ അദ്ദേഹം വളരെയധികം സക്സസ്ഫുള്ളി ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു ഫീൽ മറ്റു മത്സരാർത്ഥികൾ കൊടുക്കാൻ അദ്ദേഹത്തിന് നല്ല രീതിയിൽ സാധിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ബിഗ് ബോസ് ഓഫ് സീസൺ 7 നോക്കുകയാണെങ്കിൽ ഡേ 3 അനീഷിന് പുറമെ അനുമോൾ ആയിക്കോട്ടെ, രേണുസുതി ആയിക്കോട്ടെ, ഇവരെല്ലാവരും അവരുടെ ഗെയിം പ്ലാൻസ് പ്രോപ്പറായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്ന ദിവസങ്ങൾ തന്നെയാണല്ലോ ഡേ 3 എന്ന് പറയുന്നത്. കാര്യം അനുമോളാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ സംസാരിച്ചതിലൂടെ തന്നെ അനുമോൾ ഈ ഗെയിമിനെ എത്രത്തോളം സീരിയസ് ആയിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഇത് എത്രത്തോളം ആൾക്കാർ മനസ്സിലാക്കാൻ അനുമോളെ കൊണ്ട് സാധിക്കുന്നു എന്നതൊക്കെ നമുക്ക് ഇന്നലെ മനസ്സിലായതാണ്. അതായത് അപ്പാനിച്ചാരത്തിന്റെ അടുത്ത് അനീഷുമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞതിലൂടെ തന്നെ. പിന്നെ അതിനുശേഷമാണെങ്കിലും അപ്പാനിച്ചാരത്തിനെ ഒന്ന് ട്രിഗർ ചെയ്യാനെല്ലാം അനുമോളിന് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിസം നിർത്തും, നിങ്ങൾ ഈ ഗ്രൂപ്പായിട്ടുള്ള ഒരു ഗെയിംസും കാര്യങ്ങളൊക്കെ നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനിച്ചരത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്. അത് അപ്പാനിച്ചരത്തിന് നല്ല ഇതിനെ കൊള്ളുന്നുണ്ട്, നല്ല ഇതിനെ ട്രിഗർ ആവുന്നത് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ രേണുസുയുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ടാസ്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അക്ബർ ഒരു നിക് നെയിം എന്തായാലും രേണുസുവിനെ വിളിക്കുന്നുണ്ട്. അത് വളരെയധികം ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു പേരായിരുന്നു. അത് വളരെയധികം രേണുസുദിക്ക് ഹേർട്ട് ആവുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനുശേഷം രേണുസുദി കാണിച്ച കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ ക്യാമറക്ക് മുന്നിൽ വന്നതുള്ള സംസാരവും എന്താ പറയുക ഒറ്റയ്ക്ക് നിന്നുള്ള സംസാരം, അത് ഈ കാണുന്ന ഓഡിയൻസുമായിട്ട് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി രേണുസ് ചെയ്തൊരു മൂവ്മെന്റ് ആയിരുന്നു. അത് പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ആകുകയും എല്ലാം ചെയ്തതുമാണ്. കാര്യം മറ്റുള്ളവർക്ക് ക്യൂട്ടിപ്പൈ അത് ഇതെന്നൊക്കെ പെടുന്നുണ്ട്, എനിക്ക് മാത്രം ഇത്തരത്തിലുള്ള ഒരു മോശം പേര് കിട്ടി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ഒരു വിഷമകരമായിട്ടൊക്കെ ഇന്നലെ സംസാരിക്കുന്നുണ്ട്. അത് അവിടെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് നമുക്കറിയാം, അത് കാണുന്ന ഓഡിയൻസിന് വേണ്ടിയാണ് രേണുസുതി സംസാരിക്കുന്നത്. സംസാരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുന്റെ ഒരു ഫാൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല രീതിയിലുള്ള രേണുസു നല്ല രീതിയിൽ മെച്ചപ്പെടണം, രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വളരെയധികം ഒരു ഡൈഹാർഡ് ഫാൻസ് ഉള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു രേണുസുതി എന്ന് പറയുന്ന ഒരു ആളെന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ ഇതിനു മുന്നുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ബിഗ് ബോസ് ഓഫ് സീസൺ 7 ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത്, അതായത് ഈ മത്സരം അവസാനിക്കുന്ന സമയത്തൊന്നും അല്ല, ഈ തുടക്ക സമയത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉണ്ടായിരുന്നത് രേണുസുതിക്കാണെന്നുള്ളത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ആ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫാൻസുമായിട്ട് നല്ല രീതിയിലൊരു ഇമോഷണൽ കണക്ഷൻ കുറച്ചും കൂടി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു മൂവ്മെന്റ് എന്തായാലും രേണുസുതി വളരെയധികം ബുദ്ധിപൂർവ്വം എന്തായാലും ഉപയോഗിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ രീതിയിലുള്ള കുറച്ച് നീക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഡേ 3 എന്തായാലും സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഡേ 4 വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ വൈകാതെ തന്നെ ചെയ്യുന്നതാണ്.